സിനിമയും സിനിമയിലെ ഗ്രാമാന്തരങ്ങളുമെല്ലാം മദ്രാസിലെ സ്റ്റുഡിയോകളിൽ മാത്രം ഒതുങ്ങി നിന്ന കാലം. അവിടേക്കാണ് ഗ്രാമത്തെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരേണ്ട, ക്യാമറയെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരാൾ കയറി വരുന്നത്. പച്ചപ്പുള്ള വയലുകൾ, ഒരു ചെറിയ വീട്, അവിടെ കുറച്ച് കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതം, പ്രണയം, വേദന, സന്തോഷം ഇതെല്ലാം സ്ക്രീനിലെത്തി. തമിഴ് സിനിമാസ്വാദകർക്ക് അതൊരു പുത്തൻ അനുഭവമായി. ഒതുങ്ങിയ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്ന് വിശാലമായ ലൊക്കേഷനുകളിലേക്കുള്ള സിനിമയുടെ മാറ്റം പ്രേക്ഷകരെ വല്ലാതെ ആകർഷിച്ചു. കഥ പറച്ചിലിനപ്പുറം അവർ അവിടെ സ്വന്തം ജീവിതത്തെ കണ്ടു. തമിഴ് സിനിമയുടെ യുവരത്നങ്ങളായ കമൽ, രജനി, പിന്നെ നായികയായി ശ്രീദേവിയും. പക്ഷേ സിനിമ ഒരു പുതുമുഖ സംവിധായകൻ്റെ പേരിൽ അറിയപ്പെട്ടു. സിനിമാ മോഹവുമായി തേനിയിൽ നിന്ന് മദ്രാശിയിലെത്തിയ തമിഴ് സിനിമയുടെ ഗതി മാറ്റിയ ഭാരതിരാജ എന്ന ചിന്നസ്വാമിയുടെ പേരിൽ. സിനിമയിലെത്തുമ്പോൾ പേര് മാറ്റുന്ന ശീലം അക്കാലത്ത് അത്ര പുതുമയുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ ചിന്നസ്വാമി സ്വീകരിച്ച പേര് അദ്ദേഹത്തോട് അത്രത്തോളം അടുത്തു നിൽക്കുന്ന ഒന്നായിരുന്നു. തൻ്റെ സഹോദരങ്ങളിൽ പ്രിയപ്പെട്ടവരായ അനുജൻ ജയരാജൻ്റെയും സഹോദരി ഭാരതിയുടെയും പേരുകൾ വിളക്കി ചേർത്ത നാമം. അങ്ങനെ ചിന്നസ്വാമി ഭാരതിരാജയായി. ശിവാജി ഗണേശൻ്റെ കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലത്ത് ചിന്ന ശിവാജി എന്ന വട്ടപ്പേരടക്കമുള്ള ഹാർഡ് കോർ ഫാൻ. ചെറുപ്രായത്തിലെ നാടകങ്ങളിലും സംവിധാനത്തിനുമെല്ലാം താല്പര്യമുണ്ടായിരുന്നെങ്കിലും ആ കുഞ്ഞു ഗ്രാമത്തിൽ സിനിമ എന്ന ആഗ്രഹത്തെ വിപുലീകരിക്കാനുള്ള യാതൊന്നും ആ പയ്യന് കിട്ടിയില്ല. ആയിടയ്ക്കാണ് ഇളയരാജ നാടകങ്ങൾക്ക് പിന്നണി ചേർക്കുന്നത് അത്ഭുതത്തോടെ നോക്കിക്കണ്ട് ആ സംഘത്തോടൊപ്പം സഞ്ചരിക്കാൻ ഭാരതിരാജ തുടങ്ങുന്നത്. ഇളയരാജയ്ക്കും സിനിമ തന്നെയായിരുന്നു മോഹം. അത് നേടണമെങ്കിൽ എത്തേണ്ടതോ മദിരാശിയിൽ. ആ സ്ഥലപ്പേര് ഭാരതിരാജയുടെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞു. എങ്ങനെയെങ്കിലും അവിടെയൊന്ന് എത്തണമെന്നായി. മകൻ്റെ ആഗ്രഹത്തെ കണ്ട അമ്മ കടം വാങ്ങിയ 300 രൂപയുമായി അവനെ മദ്രാസിലേക്ക് വണ്ടി കയറ്റി. അവിടെ എത്തി സ്റ്റുഡിയോകൾ നീളെ അലഞ്ഞു തിരിഞ്ഞു. മിക്ക സമയവും ടാപ്പ് വെള്ളമായിരുന്നു ഭക്ഷണം. പല സംവിധായകരുടെയും സഹായിയായാണ് തുടക്കം. നിരവധി പ്രൊജക്റ്റുകൾക്കപ്പുറം സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യാമെന്ന ആത്മവിശ്വാസം നേടി. കഥകൾ പലതും പലരോടും പറഞ്ഞു. അക്കൂട്ടത്തിൽ രാജാക്കണ്ണൻ എന്ന മുതലാളിക്ക് ഒരു കഥ ഇഷ്ടപ്പെട്ടു. ഇത് സിനിമയാക്കാമെന്ന് പറഞ്ഞു. ഭാരതിരാജ പല സംവിധായകരുടെയും പേര് നിർദ്ദേശിച്ചെങ്കിലും നിർമ്മാതാവിൻ്റെ മനസ്സിൽ ഒരു പേരായിരുന്നു ഉണ്ടായിരുന്നത്, ഭാരതിരാജയുടേത്. അങ്ങനെ മുതൽ പടത്തോടെ ഇയക്കനറാകാനുള്ള സമയം വന്നു. അത് സംഭവിച്ചു. 16 വയതിനിലെ. അന്ന് സംവിധായകനെ ആ കസേരയിൽ കാണാറുണ്ടായിരുന്നില്ലെന്നും ഏതൊരു ചെറിയ പണിയാണെങ്കിലും സഹായത്തിനായി അദ്ദേഹം അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുമെന്നും പിന്നീട് കമൽഹാസൻ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച സംവിധായകനുള്ള പുരസ്കാര നേട്ടം. പിന്നീട് ഇങ്ങോട്ട് ബഹുമതികളുടെയും അംഗീകാരങ്ങളുടെയും ദിനങ്ങൾ. 6 ദേശീയ പുരസ്കാരം, 6 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അങ്ങനെ നീണ്ടു നിൽക്കുന്ന ലിസ്റ്റ്. തമിഴ് സിനിമയിലേക്ക് ഭാരതിരാജ അവതരിപ്പിച്ച താരങ്ങളും അനവധിയാണ്. രാധിക, രേവതി, രാധ, രഞ്ജിത, രേഖ, കാർത്തിക്, പാണ്ഡ്യൻ, ചന്ദ്രശേഖർ, നെപ്പോളിയൻ, ജനകരാജ്, അങ്ങനെയും പോകുന്നു അവസാനിക്കാത്തൊരു പട്ടിക. റിയലിസമായിരുന്നു ഭാരതിരാജ സിനിമകളുടെ ഹൈലൈറ്റ്. ഗ്രാമങ്ങളെ ക്യാമറയിൽ പകർത്തിയ 16 വയതിനിലെ തൊട്ട് തന്നെ അത് തുടങ്ങുന്നുമുണ്ട്. ലാർജർ ദാൻ ലൈഫ് ഫിഗേഴ്സ് ആയിരുന്നില്ല ഭാരതിരാജ സിനിമകളിലെ നായകന്മാർ. അവർ കർഷകരായിരുന്നു, ദിവസവേതനക്കാരായിരുന്നു, നാട്ടിൻ പുറത്തെ യുവാക്കളായിരുന്നു. ആ കഥ പറച്ചിലിൻ്റെ ഹൃദയവും ആത്മാവുമെല്ലാം തങ്ങിയിരുന്നത് സ്ത്രീ കഥാപാത്രങ്ങളിലും. അവരുടെ സ്വപ്നങ്ങളും സ്ട്രഗിളുകളും ഇമോഷൻസുമെല്ലാം ആഴത്തിൽ പതിഞ്ഞവയായിരുന്നു ആ സിനിമകൾ. പാടങ്ങളും മലകളും പുഴകളും മഴയും കാറ്റുമെല്ലാം ആ നറേറ്റീവിൽ കഥാപാത്രമായി മാറി. കൂടെ എത്തിയ ഇളയരാജയുടെ സംഗീതം ആഘോഷിക്കപ്പെട്ടു. ആ കൊളാബറേഷനിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്ലേലിസ്റ്റുകൾ വാഴുന്നു. മണ്ണിൽ കവിത കണ്ടെത്തിയ, നിശബ്ദതയിൽ സത്യത്തെ കണ്ടെത്തിയ, ആത്മാവുള്ള ഫ്രെയിമുകൾ സമ്മാനിച്ച സംവിധായകനെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് മോഹൻലാൽ ഓർക്കുന്നത്. സിനിമ പഠിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും പാഠപുസ്തകമാണ് ഭാരതിരാജ സിനിമകൾ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി. ഓർമ്മിക്കാൻ ഒരുപാട് കഥകൾ സമ്മാനിച്ചു പോയ സംവിധായകന് ദുഃഖത്തോടെ വിട.